കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്പനരുവി വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിതയും അച്ചൻകോവിൽ റിസർവ് ഫോറസ്റ്റിലൂടെ ബൈക്ക് റൈഡും ഒക്കെ ആസ്വദിച്ചിരുന്നു. ഈ കാടിന്റെ നിശബ്ദതയും കറവൂർ അക്കുഡേറ്റ് പാലവും പിന്നെ ലാസ്റ്റ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ചെറിയ ട്രെക്കിങ്ങും അവിടെ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന വെള്ളച്ചാട്ടവും ഒക്കെ ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പക്ഷേ യാത്ര അവിടെ കൊണ്ട് തീരുന്നില്ല. ഇന്ന് നമ്മൾ ബാക്കി യാത്ര തുടരുകയാണ്. നമ്മുടെ ലക്ഷ്യം അച്ചൻകോവിലിന്റെ നിബിഡമായ റിസർവ് വനത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രകൃതി വിസ്മയം തേടിയാണ്, കുംഭവരട്ടി വാട്ടർഫാൾസ്. അപ്പോൾ കുംഭവരട്ടിയുടെ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. കൊല്ലം പത്തനാപുരത്ത് നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ചെമ്പനരുവി വരെ ഏകദേശം 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞതായിരുന്നു നമ്മുടെ അച്ചൻകോവിലേക്കുള്ള യാത്ര അല്ലേ? കാട്ടരുവികളും ചെറുപാലങ്ങളും ദൂരെ കാണുന്ന നീലമലകളെ ലക്ഷ്യമാക്കി നിബിഡ വനത്തിലൂടെയുള്ള യാത്രയും മനോഹരമായിരുന്നു. ഇനി നമ്മൾ ചെമ്പനരുവിയിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ചൻകോവിൽ വനത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിലൂടെയാണ് നമുക്കിനിയുള്ള യാത്ര. അച്ചൻകോവിൽ റിവർ സൈഡ് വ്യൂസും അച്ചൻകോവിൽ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും ഒരുപാട് മനോഹരമായ വ്യൂ പോയിന്റുകളും ചെറിയ ചെറിയ അരുവികളും ഒക്കെ കണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ഭാഗത്തൊക്കെ കൂടുതലും കോൺക്രീറ്റ് റോഡാണ്. കാരണം വെള്ളത്തിൻ്റെ ഊറ്റുള്ള ഒരു ഭാഗമാണ്. ടാറൊക്കെ ചെയ്താലൊന്നും അധികകാലം നിൽക്കത്തേയില്ല. ഈ വളവിൻ്റെ ഭാഗത്താണ് കോന്നി കല്ലേലി റോഡ് വന്ന് അവസാനിക്കുന്നത്. അച്ചൻകോവിലേക്കുള്ള ഏറ്റവും അടിപൊളി ഒരു റൂട്ടാണത്. നമുക്ക് വനത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ പല വന്യജീവികളെയും കണ്ട് ഒരു ചെറിയ ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് എത്തിച്ചേരാവുന്ന ഒരു റോഡാണത്. ടാറും കോൺക്രീറ്റും ഒന്നും ചെയ്യാത്ത റോഡാണ്. പക്ഷെ നമുക്ക് കാറിലും ബൈക്കിലും ഒക്കെ വരാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാത്രം. പലയിടങ്ങളിലും ഒക്കെ അടി തട്ടാനുള്ള ചാൻസും ഉണ്ട്. ബൈക്കിലാണെങ്കിൽ ആ പ്രോബ്ലം ഇല്ല. പക്ഷെ നിബിഡമായ വനത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാവുന്ന ഏറ്റവും അടിപൊളി ഒരു റോഡാണത്. അച്ചൻകോവിലേക്കുള്ള യാത്രക്കിടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ഒരുപാട് കാവുകൾ. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് കാവുകൾ കാണാൻ പറ്റും. പണ്ട് കാലം മുതലുള്ള കാവുകളാണ്. ഇപ്പോഴും അതുപോലെ പൂജകളും ആചാരങ്ങളും ഒക്കെ നടക്കുന്ന കാവുകളാണ്. വനത്തിൻ്റെ ഒരു ഭാഗമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു കാവുകളെ ബേസ് ചെയ്തുള്ളത്. ഇവിടെയൊക്കെ ഉടയാടകളൊക്കെ മരത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ കെട്ടിത്തൂക്കി എന്താ പറയുക, നല്ല രസം അതൊക്കെ ഒന്ന് കാണാനായിട്ട്. KSRTC പോയ പോക്ക് കേട്ടോ, ഒരു ആനയൊക്കെ കാടിളക്കി പോകുന്ന പോലില്ലേ. എന്ത് ഭംഗിയുള്ളൊരു റൂട്ടാണ് അല്ലേ? ഫുള്ള് വനത്തിൻ്റെ പച്ചപ്പും നല്ല പൂക്കളുടെ മണവും അതുപോലെ നല്ല തണുപ്പുമാണ് കേട്ടോ. ഇതാണ് മറ്റൊരു പ്രത്യേകത. ഈ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഇവരെ കാണാൻ പറ്റും. ഒരു പേടിയില്ല, നമ്മുടെ അടുത്ത് വരികയൊക്കെ ചെയ്യും. കാരണം ഇവിടെ ആരും ഇതുങ്ങളെ ഉപദ്രവിക്കാറില്ല. അതുകൊണ്ട് അവർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ വിശ്വാസമാണ്. അതൊരു രസമുള്ള കാഴ്ചയാണ്. തൊട്ടടുത്തൊക്കെ വന്ന് നിൽക്കും. ചില സമയത്ത് നല്ല പീലിയുള്ള മയിലുകളായിരിക്കും നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ കാണുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരിതല്ലേ. ഒരു കാരണവശാലും ഇവരെ ഉപദ്രവിക്കുകയോ അടുത്തേക്ക് പോവോ തൊടാൻ ചെല്ലുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഫോറസ്റ്റാണ്. ജസ്റ്റ് ദൂരെ നിന്ന് കാണുക, ഇതുപോലെ കണ്ട് എൻജോയ് ചെയ്യുക. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും അടുത്ത് ഒരു മയിലിങ്ങനെ പീലി വിടർത്തി ആടുന്നത് ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ്. എന്തൊരു ഭംഗിയല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ. ഈ വരുന്ന വഴിക്കൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മയിലുകളെ കാണാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ജീവികളെ കണ്ടു. എനിക്ക് അത്രയും ദൂരത്തൊക്കെ സൂം ചെയ്ത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പലതും മിസ്സായി. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു കാട്ടുപന്നി. ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടത്. ഒരു മ്ലാവ്. പോകുന്ന വഴിക്ക് ഒരു അനക്കം കണ്ട് വെറുതെ ഒന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. നല്ലൊരു ഭംഗിയുള്ള മ്ലാവ്. നല്ല രസമാണ് നടക്കുന്നതൊക്കെ കാണാൻ കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ്. ഇങ്ങനെ ഒരുപാട് വന്യജീവികളെ നമുക്ക് റോഡിൻ്റെ ഇരുഭാഗത്തും കാണാൻ പറ്റും. ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ് ഈ മ്ലാവിനെ. ഒന്ന് നോക്കിയൊക്കെ പോയെങ്കിൽ ഒരുപാട് വന്യജീവികളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സൂക്ഷിക്കണം, വനമാണ്, വനത്തിലൂടെയുള്ള റോഡാണ്. ആളാനൊക്കെ ഉള്ള ഒരു റോഡാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അച്ചൻകോവിൽ നദി വളഞ്ഞൊഴുകി പോകുന്നൊരു ഭാഗമാണ്. റോഡിൻ്റെ ഭാഗത്തോട് ചേർന്ന് വളഞ്ഞൊഴുകി പോകുന്നൊരു ഭാഗമാണ്. നല്ല രസമാണ് ഈ ഒരു സ്ഥലമൊക്കെ കാണാനായിട്ട്. കഴിഞ്ഞ വട്ടം ഞാൻ ഈ വഴി വന്നപ്പോൾ എനിക്കിവിടെ ഷൂട്ട് ചെയ്യാനൊന്നും അധികം പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങിയെങ്കിലും അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എനിക്ക് പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സ്പോട്ട്. വെള്ളം കുറവുള്ള സമയത്ത് ഈ ഭാഗത്തെ പാറകളൊക്കെ തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് അങ്ങോട്ടൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനൊക്കെയാണ്. ഭാഗത്ത് നദി ഇങ്ങനെ വളഞ്ഞാണ് ഒഴുകുന്നത്. അപ്പോൾ കാണാൻ നല്ല രസമാണ്.
ഈ ഭാഗത്തൊക്കെ നിറയെ ആനപ്പിണ്ടം കിടപ്പുണ്ട് കേട്ടോ. രാവിലെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് റോഡിൽ ആളനക്കമൊക്കെ ആവുന്നതിന് മുമ്പായിട്ട് കയറി പോകുന്നതാണ്. അതിരാവിലെ ഈ റൂട്ട് ട്രാവൽ ചെയ്യുമെങ്കിൽ ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ പറ്റും. ആളനക്കമൊക്കെ ആയാൽ പിന്നെ കാണാൻ പാടാണ്. ഈ ഭാഗത്തൊക്കെ കുംഭവരട്ടിയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ട ആ ഏരിയ ഇല്ലേ, അവിടെയൊക്കെ ആന ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് തിരികെ കയറിപ്പോയ വഴി ഒരു ഭാഗത്ത് മണ്ണൊക്കെ കുത്തി ഇളക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ ആ ഭാഗത്ത് റോഡിലൊക്കെ മുളയൊക്കെ അടിച്ച് തല്ലിയിട്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഭാഗത്തൊക്കെ കാട്ടാനക്കൂട്ടൻ രാത്രി ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മളങ്ങനെ അച്ചൻകോവിലെത്തിയാലുള്ളൊരു കാഴ്ചയാണിത്. റോഡിനോട് ചേർന്ന് ഒരുപാട് വീടുകൾ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി അച്ചൻകോവിൽ അമ്പലം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ അച്ചൻകോവിൽ ആൾതാമസമുള്ളൊരു ഏരിയ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മളങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള യാത്ര തുടരുന്നുള്ളൂ. അത് മാത്രമല്ല, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ക്ഷേത്രം ഒന്ന് ചുറ്റി നടന്ന് ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര തുടരാൻ. യദു ടീ ഷോപ്പ്. എന്തായാലും അകത്ത് കയറി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാം. അടിപൊളി നാടൻ ഊണാണ് കേട്ടോ. വിശപ്പുള്ളത് കൊണ്ടോ എന്തോ മുഴുവനും ഞാൻ ആസ്വദിച്ച് കഴിച്ചു. അച്ചൻകോവിൽ ക്ഷേത്രമാണ്. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമല്ലേ. പണ്ട് കാലം മുതലുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് KSRTCയിലേക്ക് ആളിനെ കയറ്റുന്നതൊക്കെ. ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് ഇതാണ്. അച്ചൻകോവിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ വളരെ കുറവാണ്. അച്ചൻകോവിൽ ക്ഷേത്രവും ക്ഷേത്രത്തെ ചുറ്റിയുമാണ് ഈ ഗ്രാമം ഉള്ളത്. അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരും ഈ ഗ്രാമത്തിലുള്ളവരും പുറത്തുപോയി അകത്തേക്ക് എത്തുന്നതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന വാഹനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റോഡിലൊന്നും അധികം വാഹനങ്ങൾ എപ്പോഴും കാണത്തില്ല. വളരെ ക്വയറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ നന്മകളും ഉള്ള ആൾക്കാരാണ്, സ്നേഹമുള്ള ആൾക്കാരാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളത്. ഇനി ഈ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കുംഭവരട്ടിക്ക്. ഇവിടെയൊക്കെ ഫോറസ്റ്റ് ചെക്കിംഗ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ നല്ല കോപ്പറേറ്റീവായിട്ടുള്ള ഓഫീസേഴ്സുമാണ്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വലിയൊരു ഉപകാരമാണത്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് വേണ്ടതെല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അത് വളരെ സ്നേഹത്തോടെ ഇടപെടുന്നതൊക്കെ നമുക്കൊരു ആശ്വാസവും കരുത്തും ഒക്കെയാണ്. ഇതാ കണ്ടില്ലേ, നല്ല പീലിയുള്ളൊരു മയിൽ. എന്ത് ഭംഗിയല്ലേ ഇവരെ കാണാനായിട്ട്. ശരിക്കും രസകരമായൊരു യാത്ര. തൊട്ടടുത്ത് ഇത്രയും വനത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രാവൽ ചെയ്യാമല്ലോ അല്ലേ. ചെറിയ പാലങ്ങളും അരുവികളും വൻ മരങ്ങളും കിളികളും ഒക്കെ ചേരുന്നൊരു അന്തരീക്ഷം. ഈ കാണുന്ന സ്പോട്ട് സൂപ്പറാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഫുള്ള് കുരങ്ങന്മാരാണ് കേട്ടോ. ഒരു ചേട്ടൻ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മുന്നോട്ട് യാത്ര തുടരാം. കണ്ട നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമല്ലേ. അച്ചൻകോവിലിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു സ്ഥലമാണിത്. കുംഭവരട്ടി അടുക്കാറായി. കുംഭവരട്ടി ഫാൾസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുത്തെ ഒരു രസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇവിടെ എല്ലാം കുരങ്ങന്മാരാണ്. അതുപോലെ ഒരു അരുവി ഇതുവഴി ഒഴുകുന്നുണ്ട്. അരുവിയിൽ തൊട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു പാലവും എല്ലാം കൂടെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഈ കുരങ്ങന്മാർ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഗ്രൂപ്പ് തിരിഞ്ഞടി കുറേ നേരമായിട്ട് ഭയങ്കര ശബ്ദവും ബഹളവും. ആ കൂട്ടത്തിൽ ചെറിയ കുഞ്ഞു കുരങ്ങുകളും ഉണ്ട്. അവരുടെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ട് ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയായിരുന്നു. പാലത്തിൻ്റെ 2 സൈഡിലത്തെയും കാഴ്ചകളും ഒന്നിനൊന്ന് മെച്ചമാണ് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളാണ്. അതുമാത്രമല്ല, ഞാനിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ ഇവിടെ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ ഇടുമ്പോഴും ഭയങ്കര സ്പീഡിൽ മീനെ കിട്ടുന്നുണ്ട്. ചെറിയ മീനുകളാണ്. അപ്പോൾ ചേട്ടൻ പറയുകയാണ് കുരങ്ങന്മാർക്ക് വേണ്ടാത്തൊരു സാധനം മീനാണ്. ഞാൻ നോക്കിയപ്പം റോഡിലോട്ട് ഇങ്ങനെ മീനെടുത്തിടുന്നു. അപ്പോൾ അത് കുരങ്ങനെടുത്തുകൊണ്ട് പോകത്തില്ലെന്ന് ചോദിച്ചപ്പം കുരങ്ങന്മാർക്ക് വേണ്ടാത്തൊരു സാധനം മീനാണെന്ന്. ഇങ്ങനെ ഇടയ്ക്ക് റോഡിൽ വെള്ളമൊക്കെ ഒഴുകി പോകാൻ പാകത്തിൽ താഴ്ചയുള്ള ഭാഗങ്ങളുണ്ട്. അത് നല്ല തണുത്ത വെള്ളമാണ്. നമ്മളങ്ങനെ കുംഭവരട്ടി അടുക്കാറായി. ഈ വളവിനപ്പുറം കുംഭവരട്ടിയാണ്. ഈ സ്ഥലമെല്ലാം കുംഭവരട്ടി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. നമ്മളങ്ങനെ സ്പോട്ടെത്തി. ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാനായിട്ട്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. കുട്ടികൾക്ക് 25 രൂപയും. പിന്നെ പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ. കാറും ജീപ്പും ഒക്കെ 75 റുപ്പീസാണ് വരുന്നത്. ബസ്സിന് 200ഉം ഓട്ടോറിക്ഷ 3 വീലേഴ്സിന് 50 റുപ്പീസും ബൈക്കും സ്കൂട്ടറും ഒക്കെ 30 റുപ്പീസാണ് ഫീ കൊടുക്കേണ്ടത്. ടിക്കറ്റ് എടുത്തു. ഇനി അകത്ത് കയറണം. ടൈം അധികം ഇല്ല. നമുക്ക് പെട്ടെന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരണം. ഇവിടെ ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് നടന്നാൽ എൻട്രൻസ് ആയി. എൻട്രൻസ് കടന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് പിന്നെയും നടക്കണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്. ഇതാണ് എൻട്രൻസ്. കുറച്ചൊന്ന് ഓടേണ്ടി വന്നു.
ഈ വെള്ളച്ചാട്ടം ഷൂട്ട് ചെയ്യുന്നത് പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണമായിരുന്നു. അപ്പോൾ അച്ചൻകോവിൽ ഫോറസ്റ്റ് ഓഫീസിൽ പോയി പ്രത്യേകം പെർമിഷൻ വാങ്ങിച്ചാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കുറേ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ച് വേണം ഈ സ്ഥലത്തെ ഷൂട്ട് ചെയ്യും. നമ്മൾ അനുവാദം വാങ്ങിക്കാതെ ശരിക്കും ഈ വെള്ളച്ചാട്ടം ഷൂട്ട് ചെയ്യുകയോ വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അനുവാദം വാങ്ങിച്ച് വേണം നമ്മളത് ചെയ്യാൻ. നമ്മൾ മെയിൻ ടിക്കറ്റ് എടുക്കുന്ന എൻട്രൻസിൻ്റെ ഭാഗത്തു നിന്നൊരു 250 മീറ്റർ നടന്ന് വേണം വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട്. ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിന് ഈ കുംഭപുരുട്ടി എന്ന കറക്റ്റ് ഉച്ചാരണം അറിയത്തില്ല. കുംഭപുരട്ടി എന്നാണ് എല്ലാവരും സ്പീഡിൽ പറയുന്നത്. പക്ഷേ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കുംഭപുരട്ടി എന്നാണ് മിക്ക ബോർഡിലും എഴുതി വെച്ചേക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇവിടുത്തെ പേര് ഇങ്ങനെ ഒരു പേര് കിട്ടാനുള്ള ഒരു റീസണായിട്ട് ഞാൻ പലയിടത്ത് നോക്കിയപ്പോൾ കണ്ടത്, പണ്ട് ഇവിടെ അച്ചൻകോവിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ പല ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് കാവുകളും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടമുള്ള ഭാഗത്ത് പണ്ട് ഈ ഒരു പൂജ നടക്കുകയും ഒരു കുംഭം എന്ന് പറയുമ്പം ചെറിയ രീതിയിലുള്ള മൺകുടമില്ലേ, മൺകുടം വെച്ചെന്തോ പൂജ ചെയ്തപ്പോൾ ആ കുടം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതും പിന്നീട് അത് ഇപ്പോൾ കാണുന്ന വെള്ളച്ചാട്ടമായി എന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒരു കഥയാണ്. അത് പറയ്ക്ക് ആരും ട്രോളരുത്. എന്തോ ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമാണ്. നല്ല രസം കേട്ടോ. ഇവിടുത്തെ മുന്നോട്ട് കുറച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ വിഷ്വൽസ് കാണിക്കാം. നല്ല തണുപ്പ്. ഒരു വലിയ മരങ്ങൾ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. 250 മീറ്റർ ഒന്നും അല്ല, കുറച്ച് നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ നല്ല വഴിയാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയൊക്കെ നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു ഭാഗത്തൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നുള്ള വെള്ളം ഒഴുകി വരുന്നുണ്ട്. നമ്മൾ ആ വരമ്പത്തൂടെ നടന്ന് അങ്ങോട്ട് പോകുന്നത്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇവിടെയൊക്കെ നല്ല ഉരുളൻ കല്ലുകളാണ് കേട്ടോ. ഈ കല്ലുകളിലൊക്കെ വെള്ളം ഇങ്ങനെ തട്ടി പതഞ്ഞാണ് താഴേക്ക് ഒഴുകുന്നത്. അതുമാത്രമല്ല, ഈ കല്ലുകൾക്കെല്ലാം ഒരു ബ്ലാക്ക് കളറാണ്. അപ്പോൾ കല്ലുകളുടെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. 2 തട്ടുകളിലായാണ് വെള്ളച്ചാട്ടം ഉള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് നമുക്ക് സൈഡിലൂടെ ഒരു ചെറിയ പാലം പണിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ ഭാഗത്തൂടെ ഒരു സൈഡിലൂടെ നടന്ന് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. നമുക്ക് എന്തായാലും അതുവഴി ഒന്ന് നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവാം. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചെത്തുന്ന ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത്. നിബിഡ വനത്തിലൂടെ ഒഴുകി അച്ചൻകോവിൽ ആറിലേക്കാണ് ഈ ഒരു വെള്ളച്ചാട്ടം ചെന്ന് പതിക്കുന്നത്. ഏകദേശം 70 അടിക്ക് മുകളിൽ ഉയരമുണ്ടെന്ന് തോന്നി വെള്ളച്ചാട്ടത്തിന്. വനം വകുപ്പിന്റെ എക്കോ ടൂറിസം പദ്ധതിക്ക് കീഴിലാണ് ഈ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുന്നത്. രാവിലെ ഒരു 9 മണി മുതൽ നമുക്ക് വൈകിട്ട് 4 മണി വരെ ഇവിടെ പ്രവേശനം അനുവദിക്കും. ആ സമയത്ത് വരാമെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കയറി കാണാൻ പറ്റും. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ തെങ്കാശി, ചെങ്കോട്ട, കുറ്റാലം ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാനെത്തുമ്പോൾ ഈ പറയുന്ന തെങ്കാശിയും ചെങ്കോട്ടയും കുറ്റാലവും ഒക്കെ നമുക്ക് അവിടെ ഒരുപാട് ടൂറിസം സ്പോട്ടുകളില്ലേ, അവിടെയൊക്കെ പോയി നമുക്ക് കണ്ട് തെന്മല വഴി തിരിച്ച് നമുക്ക് കേരളത്തിലേക്ക് കയറാനും പറ്റും. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ അധികവും തമിഴ്നാട്ടിൽ നിന്നാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്ന അനുയോജ്യമായ ആഴം കുറഞ്ഞൊരു പ്രകൃതിദത്തമായ ഒരു കുളവുമുണ്ട്. അവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. നിലവിൽ താഴെ ഒരു വല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് താഴേക്ക് വീഴത്തൊന്നുമില്ല, സേഫാണ്. എന്തായാലും മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്, അടിപൊളി ഒരു സ്പോട്ടും. അപ്പോൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുംഭപുരട്ടിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.